നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന നടൻ. അരനൂറ്റാണ്ടിലധികമായി മലയാളികളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി പകർന്നാടാത്ത വേഷങ്ങളില്ല. കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്തി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന താരത്തിന് കിട്ടാത്ത അവാർഡുകളുമില്ല. കരിയറിന്റെ പുതിയ ഘട്ടത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് അവതരിപ്പിച്ച് ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ. കരിയറിന്റെ തുടക്കകാലത്ത് മമ്മൂട്ടിയുടെ വമ്പൻ ഹിറ്റുകളിൽ അധികവും പിറന്നത് ഐ.വി. ശശിയുടെ സംവിധാനത്തിലായിരുന്നു. ഒട്ടേറെ ശക്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഐ.വി. ശശി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ലഭിച്ചു. ഇപ്പോഴിതാ ആ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയും ഐ.വി. ശശിയുടെ ഭാര്യയുമായ സീമ. നിലവിലെ സിനിമകളിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുന്ന സീമ അഭിനയ രംഗത്ത് കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ 70കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലും മലയാളി പ്രേക്ഷകർ ഏറെ ആരാധിച്ചിരുന്ന നായികമാരിൽ ഒരാളായിരുന്നു സീമ. ഐ.വി. ശശിയുടെ മിക്ക ചിത്രങ്ങളിലും സീമയും ഭാഗമായിരുന്നു. അത്തരത്തിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടിയുമായി ഉണ്ടായ ഒരു രസകരമായ അനുഭവത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ താരം. ആൾക്കൂട്ടത്തിൽ തനിയെ ഷൂട്ട് നടക്കുമ്പോൾ എല്ലാവരും ഒരു മുറിയിലൊക്കെയാണ് കിടന്നിരുന്നത്. അന്നൊന്നും കാരവാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിരാത്രം എന്ന് പറയുന്ന പടത്തിൽ 9 ആർട്ടിസ്റ്റുകളാണ് ഒരു റൂമിൽ ഉണ്ടായിരുന്നത്. മമ്മൂക്ക, മോഹൻലാൽ, ലാലു അലക്സ്, ക്യാപ്റ്റൻ രാജു, മണിയൻപിള്ള രാജു, രവീന്ദ്രൻ, കുഞ്ചേട്ടൻ, ശങ്കർ, അങ്ങനെ എല്ലാ താരങ്ങളും ഒരു മുറിയിലായിരുന്നു കിടന്നിരുന്നത്. അവർക്കൊക്കെ റൂം ഉണ്ട് താനും, എന്നാലും ഒരുമിച്ചാണ് കിടക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ അതില്ല. എനിക്ക് അങ്ങനെ അതൊരു നഷ്ടമായി തോന്നാറില്ല. അഭിനയിക്കാൻ പോവാത്തത് കൊണ്ടാവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വല്ലപ്പോഴും പോവും, അവിടെ സെറ്റിൽ പോയി അങ്ങനെ ഇരിക്കും. ശശിയേട്ടൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, അങ്ങനെ വിചാരിച്ചാൽ പോരെ. ഇപ്പോൾ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് കുറഞ്ഞതല്ല. എന്നെ ആരും വിളിക്കാറില്ല, വിളിച്ചാൽ പോവും. ജോഷി സാർ വന്നു ഒരു കഥ പറഞ്ഞു പോവും. പണി സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആദ്യം ബിഗ് ബോസിലെ കുട്ടികൾക്കും മറ്റു പിള്ളേർക്കും ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ അടുത്തപ്പോഴാണ് ഇത്രയേ ഉള്ളോ സീമേച്ചി എന്നാണ് ചോദിച്ചിരുന്നത്. ജയേട്ടനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പിന്നെ കണ്ടത് സുകുവേട്ടനെയായിരുന്നു. അതിനുശേഷമാണ് മമ്മൂക്കയെ കാണുന്നത്. ഞാൻ ചോദിച്ചു അന്ന് ആരാണ് അതെന്ന്. അങ്ങനെയാണ് മമ്മൂക്കയെ കുറിച്ച് അറിയുന്നത്. പുള്ളി ഇരുന്നൊരു രീതി എനിക്ക് ഇഷ്ടമായി. കാലിന്റെ മുകളിൽ കാലൊക്കെ എടുത്തു വെച്ച് ഒരു സ്റ്റൈൽ. ഞാൻ നേരിട്ട് പോയി പറഞ്ഞു, ഞാൻ സീമ, എനിക്ക് നിങ്ങളുടെ സ്റ്റൈൽ ഇഷ്ടമായി എന്ന്. അത്രയുള്ളൂ എന്നായിരുന്നു സീമ പറഞ്ഞു നിർത്തിയത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മലയാള സിനിമയുടെ നെടുന്തൂടാണ്. കരിയറിന്റെ തുടക്കത്തിൽ താൻ അഭിനയത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതും വൈറലായിരുന്നു. ആദ്യകാലങ്ങളിൽ കയ്യും കാലുമൊക്കെ അനക്കിയിട്ടാണ് ഡയലോഗ് പറഞ്ഞിരുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു. മിമിക്രിക്കാർ തന്നെപ്പറ്റി കാണിക്കുന്ന കയ്യനക്കൽ അടക്കം അതിലുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. കഥാപാത്രങ്ങളുടെ ഡയലോഗിന്റെ ഫോഴ്സ് കാണിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് മമ്മൂട്ടി പറഞ്ഞു. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ലെന്നും സിനിമയുടെയും പ്രേക്ഷകരുടെയും രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ഒരു വർഷം 36 സിനിമകൾ ചെയ്ത സമയത്ത് കഥാപാത്രത്തിനായി വലിയ തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നില്ലെന്നും എല്ലാ ദിവസവും കാണുന്ന ആളുകളെ നിരീക്ഷിച്ചാണ് അതെല്ലാം ചെയ്തിരുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു. ആദ്യകാലത്ത് എന്നെപ്പറ്റി പലരും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു കൈയും കാലും അനക്കി അഭിനയിക്കുക എന്നത്. ഈ കൈ കുത്തിക്കൊണ്ടുള്ള ഡയലോഗ് പറയൽ അതിന്റെ ഭാഗമാണ്. അന്നൊക്കെ അത് ആവശ്യമായിരുന്നു. കാരണം കഥാപാത്രങ്ങളുടെയും ഡയലോഗിന്റെയും ഫോഴ്സ് കാണിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഒരു വർഷം 36 പടമൊക്കെ ചെയ്ത സമയമുണ്ടായിരുന്നു. അന്നൊന്നും കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായി പ്രത്യേകം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ പണി. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യും. അവരുടെ സ്റ്റൈലൊക്കെ പഠിച്ചു വെച്ച് എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കും. അതായിരുന്നു പതിവെന്നും മമ്മൂട്ടി പറയുന്നു. നവാഗതനായ ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ്. ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്ക് വലിയ ചർച്ചയായിരുന്നു. ഏപ്രിൽ 10-ന് ബസൂക്ക തിയേറ്ററുകളിലെത്തും. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലും റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. വിനായകൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ വില്ലനായാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.